ഇനി എല്ലാവരും നിവർന്നിരിക്കുക. നട്ടെല്ല് മാക്സിമം നിവർന്ന് അരക്കെട്ടുയർത്തി ഷോൾഡർ എന്നാൽ ലൂസാക്കി മുന്നോട്ട് പിന്നോട്ടൊന്നും ചായാതെയും കുനിയാതെയും നട്ടെല്ലൊടിഞ്ഞും ഇരിക്കാതിരിക്കുക. അരക്കെട്ട് നല്ലവണ്ണം ഉയർത്തിയിരുന്നാലേ നട്ടെല്ല് നിവർന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മുടെ ഇരിപ്പ് സ്വസ്ഥമായാൽ കണ്ണടച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു തീർത്ഥാടനമാണ്. ധ്യാനം എന്നത് തീർത്ഥാടനമാണ്. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ദൈവിക വിഗ്രഹം കണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ നമ്മൾ യഥാർത്ഥ ഈശ്വരനെ കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു. ഈ കാണൽ നമ്മൾ ഉൾക്കണ്ണുകൊണ്ടാണെന്ന് മാത്രം. അതിന് പ്രത്യേകിച്ച് രൂപമോ ഭാവമോ ഇല്ല. അപ്പം അങ്ങനെ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു തീർത്ഥാടനം. അപ്പം അതിന് നമ്മൾ ആദ്യം തീർത്ഥാടനത്തിനൊരു വാഹനത്തിൽ കയറുന്ന പോലെ ഈ ശരീരമാണ് ഇവിടുത്തെ വാഹനം. ശരീരം, ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന പ്രാണൻ, അതിന് പ്രേരണ കൊടുക്കുന്ന മനസ്സ്, ആ മനസ്സിൽ ബുദ്ധി, അഹങ്കാരം, ഓർമ്മകൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, അങ്ങനെ പലതും നടന്നു നോക്കും. ഇതെല്ലാം രാത്രി കെട്ടടങ്ങി രാവിലെ ഇതിനെ ഉണർത്തുന്ന, ഈ മനസ്സിനെ ഉണർത്തുന്ന അനന്തബോധം, അത് തന്നെയാണ് നമ്മുടെ ഈശ്വരൻ. മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ നിലനിർത്തുന്ന, മനസ്സിനെ ഉറക്കുന്ന, ലയിപ്പിക്കുന്ന അനന്തബോധം. ആ അറിവിലേക്കും അനുഭൂതിയിലേക്കും ബോധാനുഭൂതിയിലേക്കും നമ്മളെ നയിക്കുന്നതാണ് ധ്യാനം. ഈ അറിവോടുകൂടിയിട്ട് വേണം നമ്മൾ ധ്യാനത്തിനിരിക്കാൻ. നമുക്ക് 3 പ്രാവശ്യം ഓങ്കാരം ചൊല്ലണം. നിവർന്നിരുന്ന് നട്ടെല്ല് മുകളിലേക്ക് വലിച്ചുകൊണ്ട് വേണം ഓങ്കാരം ചൊല്ലാൻ. നീട്ടി ചൊല്ലണം. ശ്വാസം അതിന് നേരത്തെ തന്നെ കുറച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. ഒരുമിച്ച് തുടങ്ങാം. ഓ ഷോൾഡർ ഒന്ന് ലൂസാക്കി. ആ ഇരിപ്പ് തന്നെ ഒരു സുഖം തരും നമുക്ക്. ഇവിടെ നമ്മൾ കണ്ണടച്ച് ഉള്ളിൽ ചില സ്കാനിങ്ങുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് മനസ്സ് വളരെ സ്വസ്ഥവും ശാന്തവും ആയിട്ടാണ് നമ്മളിരിക്കപ്പോൾ. നമ്മളതിനിടയ്ക്ക് പലതും കേൾക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയിപ്പിച്ചു തരുന്ന ശക്തിയാണ് ബോധം. തീർത്തും പിടികിട്ടാത്തതായ ഒരു ശക്തി. കാരണം രൂപമോ ഭാവമോ നിറമോ ഗുണമോ ഒന്നും അതിൽ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ബോധത്തെ ഗ്രഹിക്കാൻ ഏറെ ബുദ്ധിമുട്ട്. പക്ഷെ ബോധമുണ്ട് എന്നതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ആ ബോധത്തിൻ്റെ
ഒരു മഹിമ, മഹാത്ഭുതം, അതിൻ്റെ ശക്തി അതറിയണമെങ്കിൽ നമ്മളെ തന്നെ ആ ബോധത്തിലേക്ക് അർപ്പിക്കണം, ലയിപ്പിക്കണം. അതൊരു വലിയ പ്രക്രിയയാണെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഈ ബോധത്തിൽ നിന്നും വന്ന മനസ്സ് തിരിച്ച് ബോധത്തിലെത്തുക. ഇതാണ് ഇവിടെ നടക്കേണ്ടുന്നൊരു ലക്ഷ്യം. ഇനി അതേ ബോധത്തിന് തന്നെ എല്ലാം കേൾക്കാനുള്ള കഴിവുണ്ട്, എല്ലാറ്റിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ള കഴിവുണ്ട്. അനന്തശക്തിയുള്ള ബോധം, ആ ബോധമാകുന്നു ഞാൻ തത്വമസി എന്നുറപ്പിക്കണം. വീണ്ടും ഓങ്കാരം ചൊല്ലാം. നമുക്ക് നട്ടെല്ല് നിവർന്നിരുന്ന് ഓങ്കാരം ചൊല്ലുമ്പോൾ നട്ടെല്ല് മുകളിലേക്ക് വലിക്കണം. ശ്വാസം നേരത്തെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുക. ഒരുമിച്ച് ചൊല്ലാം. ഓ ഷോൾഡർ ഒന്ന് ലൂസാക്കി നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ വയ്ക്കണം. പുറത്തേക്ക് മനസ്സ് പോകരുത്. എല്ലാം കേൾപ്പിച്ചു തരുന്ന, എല്ലാം ഓർമ്മിപ്പിച്ചു തരുന്ന, എല്ലാറ്റിനും അടിസ്ഥാനമായ അനന്തശക്തിയുള്ള, അനന്ത സാധ്യതയുള്ള ബോധം. ഞാൻ കെട്ടടങ്ങിയാലും എന്നെ നിലനിർത്തുന്ന ബോധം. അതുകൊണ്ട് തന്നെ ബോധമാണ് പരമസത്യം. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം നല്ലവണ്ണം എടുത്ത് ഓങ്കാരം ചൊല്ലാം. ഓ ഷോൾഡർ ലൂസാക്കി ഉള്ളിലേക്ക് തന്നെ നോക്കണം. ആ ഒരു ഇരിപ്പ് ആസ്വദിക്കുക. നമ്മൾ എന്തൊരു സ്വസ്ഥമായ, സമാധാനമുള്ള, ശാന്തിയുള്ള, സന്തോഷമുള്ള ഒരു പരമസുഖമായ ഇരിപ്പ്. ഇത് സാധ്യമാക്കി തരുന്ന അനന്തബോധം, അതിലൊരു കണ്ണിയായ ഞാൻ, അതിലേക്ക് എത്തിച്ചേരേണ്ട ഞാൻ, പൂർണ്ണതയിലേക്ക് എത്തേണ്ട ഞാൻ.
അങ്ങനെ ബോധശക്തിയെക്കുറിച്ച് നല്ല ബോധം ഉള്ളവരായി ഡെയിലി ധ്യാനത്തിലൂടെ നമ്മൾ ഉറപ്പിച്ച് അടിസ്ഥാനം ബോധമാണ്, അടിത്തറ ബോധമാണ്, അതിൽ നിന്നാണ് വന്നത്, അതിലാണ് നിലനിൽക്കുന്നത്, അതിലേക്കാണ് പോകേണ്ടത്. അത് തന്നെ, ആ ബോധം തന്നെയാണ് ഈശ്വരൻ. ബോധത്തിൽ നിന്ന് വിട്ടിട്ടൊരു ഈശ്വരനില്ല. ഈശ്വരൻ രൂപങ്ങൾക്കതീതനാണ്. ഈശ്വരൻ നിർഗുണോ നിരാകാരോ നിരവ്യയോ നിരഞ്ജനോ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നത് ആ പരമസത്യത്തെയാണ്. കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ആയിട്ട് ചൊല്ലണം. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. വീണ്ടും മറ്റുള്ള സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ.
ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുത്തിട്ട് ചലനം. ഓ ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കൈ തിരുമ്മി കണ്ണ് തുടച്ച് കൈകളൊന്നടിച്ച് കൈകൊട്ടി. ഇപ്പം നമ്മൾ ഡെയിലി ധ്യാനം ചെയ്ത് ശീലിക്കുമ്പോൾ മനസ്സ് ക്രമേണ 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 ട്യൂൺഡാവും. അതിനൊരു ഇൻട്രോവേർട്ടഡ്നെസ് വരും. ഈ ഇൻട്രോവേർട്ടഡ് ആകുമ്പോഴാണ് മൈൻഡിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. മറ്റു മൈൻഡ് സിംഗിൾ ഫോക്കസ്ഡ് ആയാൽ അതേതെങ്കിലും ഒരു അനുഭവത്തിൽ അവിടെ തന്നെ നിൽക്കും. അതാണ് ചിലവരുടെ ക്യാരക്ടർ മാറ്റാൻ പറ്റാത്തത്, ചിലരുടെ സെൻറ്റിമെൻറ്റ് സ്വഭാവം മാറാൻ പറ്റാത്തത്. അതിൽ സ്റ്റക്കായി. അപ്പം അതിനെ മൈൻഡിനെ കൊണ്ടുവരണം. അപ്പം നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് മൈൻഡിനെ. ഡെയിലി നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. അതിനാണ് ഡെയിലി നമ്മളോട് ധ്യാനമൊക്കെ ചെയ്യാൻ പറഞ്ഞത്. തൊഴുതു പോയാൽ മാത്രം കിട്ടുന്നതല്ല അത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പറഞ്ഞത് ധ്യാനേന ആത്മനി പശ്യന്തി എന്നാണ്. തൊഴുതുപോയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ധ്യാനേന ആത്മനി പശ്യന്തി. എന്ത് വേണം? ഉദ്ധവരോടും പറയുന്നത് ഭഗവാൻ ശ്രവണം കീർത്തനം ധ്യാനം എന്നാണ്. ശ്രവണം വേണം, കീർത്തനം വേണം, ധ്യാനം വേണം. ഇതൊക്കെ നമ്മൾ കൈവിട്ടുപോയി. ഭഗവാൻ പറഞ്ഞോന്നല്ല ഇപ്പം ചെയ്തത്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ 1-2 കീർത്തനങ്ങളൊക്കെ ചൊല്ലി നമുക്ക് ആരംഭിക്കാം.